ഇവർക്ക് എന്തറിയാൻ രാജ്യവിരുദ്ധത എന്താണെന്ന്? അവിടെ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുക രാജ്യവിരുദ്ധതയല്ലേ? വിഘടനവാദത്തിൻ്റെ തുടക്കമല്ലേ അത്? ഒമർ ഖാലിദിനെ തുറന്നു വിടുക ഇത് രാജ്യവിരുദ്ധതയല്ലേ? ഇപ്പോൾ കുറേ ദിവസമായിട്ട് എല്ലാവരും പെരുമാറുന്നത് CJP എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്റ്റീജിയസ് പാർട്ടിയാണ്. അതിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവർക്കെതിരെ കേസ് പാടില്ല. 6000 FIR ആണ് ജയലളിത സർക്കാർ ഇട്ടത്. 6000വും IPC 124 രാജ്യദ്രോഹ കുറ്റമായിരുന്നു. ഇവർക്കൊന്നും നാക്കുണ്ടായില്ല, ഒറ്റ എണ്ണത്തിന് നാക്കുണ്ടായില്ല. കേരളത്തിലെ ഒരൊറ്റ മാധ്യമം ഒരക്ഷരം മിണ്ടിയിട്ടില്ല. മിണ്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ എനിക്കൊന്ന് കാണണം. ബേസിക്കലി നിയമവാഴ്ചയ്ക്കെതിരായിട്ട് സുപ്രീം കോടതിക്ക് പ്രവർത്തിക്കാൻ സാധ്യമല്ല എന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു. നമ്പർ 2, ഈ സുപ്രീം കോടതി ഇത്തരം കേസുകൾ എൻ്റർടൈൻ ചെയ്യാൻ പോലും പാടില്ല. എന്തിനാണ് ഡൽഹിയിലൊരു ഹൈക്കോടതിയിലല്ലേ പോകേണ്ടത്? ഞാൻ പറയുന്നത്, ദൈവമേ, മോദി കുറച്ചുകൂടെ ഫാസിസ്റ്റ് ആവണേ എന്നാണ്. ദിസ് ടൈപ്പ് ഓഫ് സോഫ്റ്റ് സ്റ്റേറ്റ് വിൽ നോട്ട് വർക്ക് ഇൻ ഇന്ത്യ. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കോക്രോച്ച് ജനതാ പാർട്ടി CJP ഡൽഹിയിൽ നടത്തിയ സമരം അത് നീറ്റ് പരീക്ഷയ്ക്ക് എതിരെ ആയിരുന്നു. അതൊരു ജെനുവിൻ വിഷയമായിരുന്നു. പക്ഷേ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ പല അക്രമ സംഭവങ്ങളും നടന്നപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് രാജ്യവിരുദ്ധ ശക്തികളായിരുന്നു എന്നുള്ള ചർച്ച വളരെ സജീവമായി തന്നെ നമ്മുടെ രാജ്യത്ത് നടന്നു. ഒപ്പം തന്നെ ഈ CJPക്ക് പിന്നിൽ അണിനിരന്നത് ആരൊക്കെ, ഇവർക്ക് പണവും മറ്റ് കരുത്തും പകർന്നത് ആരൊക്കെ എന്നുള്ള ചർച്ച ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് പണം പല രീതിയിലും പലയിടത്തു നിന്നും എത്തി എന്നുള്ള ആരോപണവും ശക്തമായിക്കൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും നടക്കുകയാണ്. ഈ വിഷയമാണ് ടോക്കിംഗ് പോയിന്റ് എന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ചേർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ TG മോഹൻദാസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ശ്രീ, CJPയുടെ സമരം വളരെ ശക്തമായ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കാണ് നമ്മുടെ രാജ്യത്ത് ഇടയാക്കിയത്. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ രീതിയിൽ ചർച്ച ചെയ്തത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയാണ്. പക്ഷേ ഈ സമരം തുടങ്ങിയത് മുതൽ ഇപ്പോഴും സമരത്തിന് ശേഷവും വലിയ രീതിയിൽ ചർച്ചപ്പെടുന്ന മറ്റൊരു വിഷയമുണ്ട്. CJPക്ക് പിന്നിൽ ആര് എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ച. CJPയുമായി ഇടപെട്ടവർ, CJPയുടെ ചില ഭാരവാഹികളുടെ മുൻകാലങ്ങളിലെ ചില യാത്രകളും അവർ പങ്കെടുത്ത മീറ്റിങ്ങുകളും ഒക്കെ തന്നെ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇക്കാര്യത്തിൽ അങ്ങയുടെ അഭിപ്രായം? ലിയോ, ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ പ്രധാനപ്പെട്ടത് ഞാൻ പറയാം. ഒന്ന്, അഭിജിത് ദീപ്കയുടെ അച്ഛൻ, അദ്ദേഹം MIDC മഹാരാഷ്ട്ര ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ ഒരു ജൂനിയർ എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ഒരുപക്ഷെ പ്രൊമോഷൻ കിട്ടി ജൂനിയർ എഞ്ചിനീയർ ആയതാവണം. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഡ്രോൺ സാലറി 65,000 രൂപ ആയിരുന്നു. ഈ 65,000 രൂപ ഉള്ള ആളിന് മകനെ ബോസ്റ്റണിൽ വിട്ട് പഠിപ്പിക്കാൻ എങ്ങനെ സാധിക്കുന്നു? ഇതാണ് ചോദ്യം. ഈ വിവരങ്ങളൊക്കെ കളക്ട് ചെയ്തത് സമീർ എന്ന ഒരു വിവരാവകാശ പ്രവർത്തകനാണ്. അപ്പോൾ പോലീസ് അന്വേഷിച്ചപ്പോൾ ബോസ്റ്റണിൽ പഠിക്കണമെങ്കിൽ ഒരു വർഷം മിനിമം 1 കോടി രൂപ വേണം. 1 കോടി വലിയ തുകയല്ല. അത് സ്പോൺസർ ചെയ്യാം, അല്ലെങ്കിൽ ലോൺ എടുക്കാം. എന്നാൽ ഈ മനുഷ്യൻ ഒരു വിദ്യാഭ്യാസ ലോണും എടുത്തിട്ടില്ല, ഒരു സ്പോൺസറും ഇല്ല, ഒരു സ്കോളർഷിപ്പും ഇല്ല. സ്കോളർഷിപ്പ് കിട്ടാനും മാത്രം മിടുക്കനൊന്നും അല്ല അഭിജിത് ദീപ്കെ. അഭിജിത് ദീപ്കയുടെ വീട് സാമാന്യം നല്ല ഒരു അപ്പർ മിഡിൽ ക്ലാസിൻ്റെ വീടാണ്. അത് TV-യിൽ തന്നെ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. അഭിജിത് ദീപ്കയുടെ അച്ഛന് വീട് വെച്ചുകൂടെ? വയ്ക്കാം, കുഴപ്പമില്ലല്ലോ. ബട്ട് ആ വീട് വെച്ചതിൻ്റെ രേഖകളൊക്കെ അച്ഛൻ്റെ കയ്യിലുണ്ട്. എവിടെ നിന്ന് ലോൺ എടുത്തു, എപ്പോൾ വീട് വെച്ചു, എത്ര ചിലവായി, എല്ലാം ഉണ്ട്. ബട്ട് മകനെ പഠിപ്പിച്ചതിൻ്റെ ഒരു രേഖയുമില്ല. മകന് അച്ഛൻ കാശ് അയച്ചു കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ അച്ഛൻ്റെ കയ്യിൽ വേണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊടുക്കണമല്ലോ. അങ്ങനെ ഒരു രേഖയില്ല. അപ്പോൾ അത് അന്വേഷണത്തിലിരിക്കുന്നു. ഈ സമീർ എന്ന ആൾ ഇത് മഹാരാഷ്ട്ര പോലീസിനും NIAയ്ക്കും ഇലക്ഷൻ കമ്മീഷനും പരാതി കൊടുത്തിട്ടുണ്ട്. സമീറിൻ്റെ അടുത്ത പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ കപിൽ സിബൽ എന്ന വക്കീൽ പ്രശസ്തനാണല്ലോ, അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചിട്ട് ഈ CJPക്ക് 1 കോടി രൂപ ഞാൻ സംഭാവന ചെയ്യുന്നു എന്ന് പറഞ്ഞു. നമ്മളെല്ലാം കണ്ടതാണ്.
അദ്ദേഹം പറഞ്ഞു CJPക്ക് ഞാൻ 1 കോടി രൂപ കൊടുക്കുന്നു, അവരോട് ഒരു വെബ്സൈറ്റ് തുടങ്ങാൻ ഞാൻ ആവശ്യപ്പെടുന്നു. ആ വെബ്സൈറ്റിൽ വക്കീലന്മാർക്ക് വോളണ്ടിയറായിട്ട് രജിസ്റ്റർ ചെയ്യാൻ, ഇവരുടെ പേരിൽ ഒരുപാട് കേസുകൾ പല സ്ഥലത്ത് വരും, അതൊക്കെ ഫൈറ്റ് ചെയ്യാനായിട്ട് വക്കീലന്മാർ ഫീസോടുകൂടിയോ അല്ലാതെയോ അങ്ങനെ രജിസ്റ്റർ ചെയ്യാം, പേര് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞാണ് പത്രസമ്മേളനം അവസാനിച്ചത്. അപ്പോൾ സമീർ ചോദിക്കുന്നത് CJP എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രേഡോ അല്ലാത്തതോ ആയ ഒരു പാർട്ടി ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കാണുന്നില്ല. 10,000-കണക്കിന് പാർട്ടികളുള്ള ഭാരതത്തിൽ CJP എന്ന് പറഞ്ഞ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു സാധനം കാണുന്നില്ല. അപ്പോൾ ആർക്കാണ് കപിൽ സിബൽ 1 കോടി രൂപ കൊടുത്തത്? പാർട്ടിക്ക് കൊടുത്തെങ്കിൽ പാർട്ടിയുടെ രസീത് എന്തെങ്കിലും വേണമല്ലോ, പാർട്ടി രജിസ്റ്റേർഡ് ആവണമല്ലോ. അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് ചില പാർട്ടികളുണ്ട്, രജിസ്ട്രേഷൻ വെയിറ്റ് ചെയ്യുന്നവരൊക്കെ ആയിട്ട്, അതിലും CJP ഇല്ല. അപ്പോൾ കപിൽ സിബൽ ആർക്ക് കാശ് കൊടുത്തു? അതെന്തിനുപയോഗിച്ചു? ഉപയോഗിക്കാറായിട്ടില്ല, ഇപ്പോൾ 2 ദിവസമേ ആയുള്ളൂ 1 കോടി രൂപ കിട്ടിയിട്ട്. ആർക്കാണത് കിട്ടിയത്? വേറൊരു CJP നേതാവ് സൗരഭ് ദാസ് 900 സ്ക്വയർ മീറ്ററോ മറ്റോ ഉള്ള പ്ലോട്ട് 4 പേര് കൂടെ വാങ്ങിച്ചിട്ട്, സൗരഭ് ദാസാണ് അത് കൈകാര്യം ചെയ്യുന്നത്. സൗരഭ് ദാസിന് ജോലിയൊന്നുമില്ല, പക്ഷേ മാസം 10 ലക്ഷം രൂപ വാടക ഇനത്തിൽ വരുമാനമുണ്ട്. സൗരഭ് ദാസ് എന്ന് പറഞ്ഞാൽ ആ ഇടയ്ക്ക് പോയി ബർഗറൊക്കെ തിന്നില്ലേ സമരത്തിൻ്റെ ഇടയ്ക്ക്, ഡാൻസ് ചെയ്യുക, ബർഗർ കഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള വിചിത്രമായ പെരുമാറ്റവുമായിട്ട് നിന്ന മനുഷ്യൻ അങ്ങേരെ CJPയിൽ നിന്ന് പുറത്താക്കി എന്ന് CJP പറഞ്ഞു. CJP മഹത്തല്ലിപ്പുള്ളികൾ കൊള്ളരാത്തവന്മാരാണെന്ന് അയാൾ പറഞ്ഞു. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു നേതാവ്. അപ്പോൾ ഇവരുടെയൊക്കെ ജീവിതം തന്നെ വലിയ ലക്ഷറിയിൽ ആരോ ഫൈനാൻസ് ചെയ്താണ് നടക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, 180 യൂട്യൂബർമാരെ ഡൽഹി പോലീസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് 180. ഈ യൂട്യൂബർമാർ ചില പ്രത്യേക സമയങ്ങളിൽ പ്രത്യേക വീഡിയോകൾ അപ്ലോഡ് ചെയ്തതായിട്ട് കാണും. CJP സമരത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഒരല്പസ്വല്പ അക്രമമാകാമെന്നും ആ അർത്ഥത്തിലുമൊക്കെയുള്ള വീഡിയോകൾ പ്രത്യേക സമയത്ത് 180 പേരും അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ആരോ ഒരു കോർഡിനേറ്റർ അതിൻ്റെ പിന്നിലുണ്ട്. ഈ ഒരേ സമയത്ത് ആ സമയവും അവരാണ് നിശ്ചയിക്കുന്നത്. ആ സമയത്ത് അപ്ലോഡ് ചെയ്താൽ അതിൻ്റെ നമ്പർ ഓഫ് വ്യൂസ് വളരെ കുറവായിരിക്കും. ഇവർക്ക് വന്ന യൂട്യൂബർമാർക്ക് വന്ന മെസ്സേജിൽ ഒരു ദിവസം പറയുന്നു, ഇന്ന് ശനിയാഴ്ച രാത്രിയാണ്, അതുകൊണ്ട് രാത്രിയിൽ വേണം യൂട്യൂബ് അപ്ലോഡ് ചെയ്യാൻ. ശനിയാഴ്ച രാത്രി പിള്ളേർ ഉറങ്ങാതെ ഇരിക്കും കൂടുതലും, ഞായറാഴ്ച രാവിലെ ഉറങ്ങാമല്ലോ എന്ന് വിചാരിക്കും. ഇതൊക്കെ നമ്മൾ സാധാരണ പിള്ളേരുടെ ഇടയ്ക്ക് കാണുന്ന സ്വഭാവങ്ങളാണ്. അപ്പോൾ ഈ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഒരു മാർക്കറ്റിംഗ് കമ്പനിയാണ്. 7 or 8 മാർക്കറ്റിംഗ് കമ്പനികളെ പോലീസിന് സംശയമുണ്ട്. അതിൽ ഒരു കമ്പനിയാണ് ഈ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഇവരുടെ യൂട്യൂബിൽ പരസ്യം കൂടെ പ്രത്യക്ഷപ്പെടും. ഈ കണ്ടിന്യൂസ് ആയിട്ട് പരസ്യം പ്രത്യക്ഷപ്പെടുന്ന യൂട്യൂബ് കണ്ടിട്ടില്ലേ? യൂട്യൂബ് വീഡിയോയിൽ ഒരാൾ സംസാരിക്കും, ഞാനാണ് സംസാരിക്കുന്നത് വയ്ക്കുക, അതിൻ്റെ ടോപ്പ് ലെഫ്റ്റോ റൈറ്റോ അല്ലെങ്കിൽ ബോട്ടം ലെഫ്റ്റോ റൈറ്റോ ആയിട്ട് ഒരു സിമ്പലും ഒക്കെ ഇട്ട് രോഹിണി കോപ്ര പിണാക്ക് എന്ന് പറഞ്ഞൊരു പരസ്യം, അത് വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടാവും. ലിയോ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ? അതെ. വേറൊന്ന്, പരസ്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുക. XYZ ഇൻഷുറൻസ് കമ്പനിയെ പറ്റി, ഞാൻ ഒരാൾക്ക് അപകടം പറ്റി ജീവിതത്തിൽ, ഞാനിപ്പോൾ ഇച്ചിരി പ്രായം ചെന്ന ആളാണല്ലോ, ഒരു ആക്സിഡൻറ്റിനെ പറ്റിയൊക്കെ അനായാസമായിട്ട് എനിക്ക് പറയാൻ പറ്റിയ ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട്. ഞാൻ ആ ആക്സിഡൻറ്റിനെ പറ്റിയൊക്കെ പറയുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ കാണികളോട് ചോദിക്കുന്നു, ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ പഴയ കാലമൊന്നുമല്ല, ഇപ്പോൾ 1-2 ലക്ഷമൊന്നും പോരാ, കോടികൾ വേണം ആശുപത്രിയിൽ. അപ്പോൾ ഇതൊക്കെ ആരും മുടക്കും? അപ്പോൾ നമുക്കൊരു ഹെൽത്ത് പോളിസി വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറയും, XYZ ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്, നിങ്ങളത് എടുത്തിട്ടുണ്ടോ? ആ പോളിസി എടുത്താൽ ഇന്ന ഗുണങ്ങളുണ്ടെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അഭിപ്രായമായിട്ട് ഞാൻ അവതരിപ്പിക്കും. അപ്പോൾ എനിക്കെന്ത് ക്രെഡിബിലിറ്റി ഉണ്ടോ അത് കംപ്ലീറ്റ് ആ കമ്പനിയുടെ ക്രെഡിബിലിറ്റി ആയിട്ട് മാറും. എന്നെ വിശ്വസിക്കുന്ന
10 പേരെങ്കിൽ 10 പേര് അവരുടെ പോളിസി എടുക്കും. ഇതാണ് വേറൊരു അഡ്വർടൈസ്മെൻറ്റ് ടെക്നിക്ക്. അവിടെ എഴുതിയൊന്നും കാണിക്കുകയില്ല. എൻ്റെ ക്രെഡിബിലിറ്റി ആ കമ്പനി ഉപയോഗിക്കുകയാണ്, എനിക്ക് കാശ് തരും. ഇങ്ങനെ ചെയ്യുന്ന യൂട്യൂബർമാർ. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രലോഭനങ്ങളിൽ വീഴുന്ന ആളുകൾ, അല്ലെങ്കിൽ ഐഡിയോളജിക്കലി കമ്മിറ്റഡ് ആയിട്ടുള്ളവർ, ഇവരൊക്കെ 180 പേര് ഈ സമയാസമയങ്ങളിൽ ഈ യൂട്യൂബ് വെച്ചിട്ട് ഈ സമരത്തിന് എരികേറ്റിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ പോലീസ് ഓരോന്നോരോന്നായിട്ട് അന്വേഷിച്ച് വരുന്നു. മുഴുവൻ വിവരങ്ങൾ കിട്ടിയിട്ടില്ല. ഏതായാലും പിള്ളേർ കുഴപ്പത്തിലാണ്. 4ാമത് സുപ്രീം കോടതിയിൽ നടക്കുന്ന നാടകമാണ്. സുപ്രീം കോടതിയിൽ ഈ CJPക്കാർക്ക് വേണ്ടിയിട്ട് വക്കീലന്മാർ ഹാജരായിട്ട് എന്തോ ആകാശിടിച്ച് വീണു. സുപ്രീം കോടതിയും എനിക്കറിയില്ല, നിർഭാഗ്യവശാൽ സുപ്രീം കോടതി നിയമവാഴ്ചയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഓർഡറായിട്ട് അടിച്ചു കൊടുത്തോന്ന് എനിക്കറിയില്ല. ട്വിറ്ററിൽ ഫോളോ ചെയ്ത് ഞാൻ ബാർ ആൻഡ് ബെഞ്ച് ലൈവിലോ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് 18 വയസ്സിന് താഴെയുള്ളവരെ ജയിലിലിടരുത്. ഇതെന്തൊരു ഉത്തരവാണ്? BNSനും BNSSനും ജുവനൈൽ ജസ്റ്റിസ് ആക്ടിനും വിരുദ്ധമായ ഒരു ഉത്തരവ് സുപ്രീം കോടതിക്ക് എങ്ങനെ പ്രഖ്യാപിക്കാൻ പറ്റും? നാളെ സുപ്രീം കോടതി പറയുകയാണെന്ന് വെച്ചോ, കൊലപാതകങ്ങൾക്ക് 24 മണിക്കൂറിനുള്ളിൽ ജാമ്യം കൊടുക്കണം. എന്ത് ചെയ്യും നമ്മൾ? പോലീസ് എന്ത് ചെയ്യും? ഈ 18 വയസ്സിന് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുവനൈലാണ്, കുട്ടികളുടെ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. അവർ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വെച്ചിട്ടേ അവരെ വിചാരണ ചെയ്യാൻ പറ്റുള്ളൂ. ജുവനൈൽ ജസ്റ്റിസ് അവരുടെ വകുപ്പിൻ്റെ ജയിലുണ്ട്. ജയിലല്ല, അത് ദുർഗുണ പരിഹാര പാഠശാല എന്ന് പറയും. അവിടെ കൊണ്ടുപോയിട്ടാണ് ഇവരെ പാർപ്പിക്കുന്നത്. ഡൽഹിയിൽ നിർഭയ കേസ് നടന്നപ്പോൾ അതിലൊരു പ്രതി ജുവനൈലായിരുന്നു. അയാൾക്ക് ജുവനൈലിനുള്ള ശിക്ഷയാണ് അന്ന് തന്നെ വലിയ മുറവിളി ഉയർന്നിരുന്നു. ഈ ജുവനൈൽ ഒരു ഘോരകൃത്യം ചെയ്യുകയാണെങ്കിൽ അയാളെ ജുവനൈലായിട്ട് കൂട്ടരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ കോടതികൾ സമ്മതിച്ചില്ല. അയാൾ ജുവനൈലായിട്ട് തന്നെ കൂട്ടി. 3ാമത്തെ വിചിത്രമായ കാര്യം സുപ്രീം കോടതി പറഞ്ഞത്, ഫസ്റ്റ് ടൈം ക്രൈം ചെയ്യുന്നവരാണെങ്കിൽ അവരെ അങ്ങ് വിട്ടേക്ക്. എന്താ ഈ ഫസ്റ്റ് ടൈം ക്രൈം? ഞാനൊരു കോടാലി എടുത്ത് ഡൽഹി പോലീസിലെ ഇൻസ്പെക്ടറെ തലയ്ക്ക് വെട്ടിപ്പൊളർന്ന് കൊല്ലുന്നു. ആദ്യമായിട്ടാണ് ഞാനൊരു കൊലപാതകം നടത്തുന്നത്. ആ മോഹൻദാസിനെ വിട്ടേക്ക്, പാവം, ആദ്യമായിട്ടല്ലേ. ഒരു കൊലയൊക്കെ ആർക്കും ചെയ്യാം എന്ന സ്ഥിതി. ഇത് പറയുന്നത് സുപ്രീം കോടതിയാണ്. ഇനി അത് 18 വയസ്സിന് താഴെയുള്ളവർ ചെയ്തു, അതാണ് പറഞ്ഞത് എന്നൊക്കെ വ്യാഖ്യാനം വരാം. ഇതൊക്കെ വാഗൊണ്ട് പറയുന്നതാണല്ലോ, റൈറ്റിങ്ങിൽ ഓർഡർ വന്നിട്ടില്ല ഇതുവരെ. 18 വയസ്സിന് താഴെ 16 വയസ്സുള്ള ഒരു ചെറുക്കൻ കോടാലിക്ക് ഒരുത്തനെ വെട്ടിക്കൊന്നു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ടൈം ആണെങ്കിൽ വെറുതെ വിടാമെന്നാണോ സുപ്രീം കോടതി പറയുന്നത്? കേസേ വേണ്ട, കേസ് പിൻവലിച്ചു. വാട്ട് സോർട്ട് ഓഫ് തിങ്സ് ആർ ഹാപ്പനിങ് ഇൻ ദിസ് കൺട്രി? നിയമവാഴ്ച എന്ന് പറയുന്നത് അത് നിലനിർത്താൻ ബാധ്യതപ്പെട്ട സുപ്രീം കോടതി കാഷ്വലായിട്ട് ഇയാളെ വിട്ടേക്ക്, അയാളുടെ പേരിൽ അയാളുടെ പേരിൽ വേണേൽ കേസാവാം. ഇങ്ങനെ ഒരു ലോജിക്കുമില്ലാതെ. അപ്പോൾ ഇന്നലെ ബഹളം നടന്നു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, ക്രിമിനൽ ആൻറ്റിസിഡൻസ് അതുള്ളവർ, അതായത് ഒരു ക്രിമിനൽ ഹിസ്റ്ററി ഉള്ളവർ, അവരെ വിടണ്ട എന്ന് പറഞ്ഞു. ശരി, ഇന്നിപ്പോൾ ഇവർ ബഹളം വെച്ച് കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി പറയുകയാണ്, അല്ല, ക്രിമിനൽ ആൻറ്റിസിഡൻസ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് സീരിയസ് ക്രൈം എന്തെങ്കിലും ചെയ്ത ആളാണെങ്കിൽ വിടണമെന്നില്ല, അല്ലാത്തവരെ വിടാം. എന്ന് വെച്ചാൽ പോക്കറ്റ് അടി, കമൻ്റ് അടി, ചില്ലറ അടിപിടി, കള്ളുകുടിച്ചുള്ള വഴക്ക്, ഇതുപോലെയൊക്കെ ചെയ്തവരെയാണെങ്കിൽ നിങ്ങൾക്ക് വിടാം. കൊലപാതകം, ബലാത്കാരം ഇങ്ങനെയൊക്കെ ചെയ്തവരാണെങ്കിൽ വിടരുത്. ഇതൊക്കെ എന്ത് ഉത്തരവായി എനിക്ക് മനസ്സിലാകണില്ല. കുറേ അധികം അക്രമ സംഭവങ്ങൾ സുപ്രീം കോടതി അങ്ങ് മാപ്പ് കൊടുക്കാൻ സിയോ മോട്ടോ പറയുകയാണ്. സുപ്രീം കോടതിയുടെ വെർബൽ ഇൻസ്ട്രക്ഷൻ പോലും റിട്ടേൺ ഇൻസ്ട്രക്ഷനായിട്ട് കരുതണമെന്നാണ് വെപ്പ്. അറസ്റ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്യില്ല. അത് എഴുതി കിട്ടണമെന്നൊന്നും പറയില്ല. പറഞ്ഞാൽ ആ പോലീസുകാരുടെ തല പോകും. ഇതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു? റിട്ടയർ ചെയ്ത പോലീസുകാരുടെ സംഘടന, അതിൻ്റെ പ്രസിഡൻറ്റ് ഡൽഹിയിൽ പത്രസമ്മേളനം വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാണ് സുപ്രീം കോടതിയും സർക്കാരും മാപ്പ് കൊടുക്കുക, വെറുതെ വിട്ടേക്ക്, ഫസ്റ്റ് ടൈമല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഞങ്ങൾക്ക് കേസ് കൊടുക്കാൻ അവകാശമുണ്ട്.
ഞങ്ങളെ തല്ലിയവനെതിരെ കേസ് കൊടുക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്, ഞങ്ങളത് ചെയ്യും. ഇൻഡിവിജ്വലായിട്ട് ഞങ്ങൾ കേസ് കൊടുക്കും. 10,000 4,000 5,000 പേരുടെ പേരിൽ കേസ് കൊടുക്കേണ്ടി വരും, ഞങ്ങളത് ചെയ്തോളാം. ഞങ്ങളെ ആർക്കും വേണ്ട എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സർക്കാരിന് ഞങ്ങളെ വേണ്ട, കോടതിക്ക് ഞങ്ങളെ വേണ്ട. ശരി, ഞങ്ങൾ കോടതി വഴിക്ക് തന്നെ ഞങ്ങളുടെ കേസ് കൊടുക്കാൻ ഒരു മനുഷ്യന് അവകാശമുണ്ടല്ലോ. ലിയോ എന്നെ തല്ലിക്കഴിഞ്ഞാൽ ലിയോക്കെതിരെ എനിക്ക് കേസ് കൊടുക്കാം. മുഖ്യമന്ത്രി വി ഡി സതീശൻ കേസ് എടുക്കില്ലായിരിക്കും, പക്ഷേ എനിക്ക് കൊടുക്കാമല്ല. സതീശൻ പറയും ഞാനങ്ങ് ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ പറയും സാറ് ക്ഷമിച്ചോ, പക്ഷെ ഞാൻ ക്ഷമിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പരാതിയുമായിട്ട് മുന്നോട്ട് പോകും. ഇതാണ് റിട്ടയേർഡ് പോലീസുകാരുടെ വികാരം. അവർ പറയുന്നത് ഞങ്ങൾക്കും ഉണ്ട് അച്ഛനമ്മമാർ, ഞങ്ങൾക്ക് ഭാര്യയും മക്കളുമുണ്ട്, ഞങ്ങളോട് ചെയ്തതിന് അവർക്കും വിഷമമുണ്ട്, അവരും ഈ നാട്ടിലെ പൗരന്മാരാണ്. CJP മാത്രമല്ലല്ലോ ഈ നാട്ടിലെ പൗരന്മാർ. അതെ, CJPക്ക് പ്രത്യേക ആനുകൂല്യം എന്താ? സർ, ഇപ്പോൾ പ്രധാനമന്ത്രി ഇപ്പോഴത്തെ സംഭവങ്ങളിൽ പരിക്കേറ്റ പോലീസുകാരന്റെ മകളും രംഗത്ത് വന്നിട്ടുണ്ട്, പോലീസുകാരുടെ മക്കളും രംഗത്ത് വന്നിട്ടുണ്ട്. ഉണ്ട്, വരുമല്ലോ. അവരുമൊക്കെ ഈ നാട്ടിലെ പൗരന്മാരല്ലേ. ഇപ്പോൾ കുറേ ദിവസമായിട്ട് എല്ലാവരും പെരുമാറുന്നത് CJP എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്റ്റീജിയസ് പാർട്ടിയാണ്. അതിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവർക്കെതിരെ കേസ് പാടില്ല. പ്രധാനമന്ത്രി അവരോട് ക്ഷമിക്കുന്നു, സുപ്രീം കോടതി കേസ് പിൻവലിക്കാൻ പറയുന്നു. ദേ ഹാവ് എവറി ഇമ്മ്യൂണിറ്റി. മറ്റ് രാജ്യത്തു നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന നമ്മുടെ അംബാസഡർമാരുണ്ടല്ലോ, ആ അംബാസഡർമാർക്കൊരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. അവരിവിടെ ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. അവരെ തിരിച്ച് അവരുടെ രാജ്യത്ത് വിട്ടിട്ട് ഇങ്ങനൊരു കംപ്ലൈൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ വേണം അവരുടെ പ്രോസിക്യൂഷൻ. ഇങ്ങനെയുള്ള അംബാസഡോറിയൽ ഇമ്മ്യൂണിറ്റീസ് പലതുമുണ്ട്. എന്ന് വെച്ച് അംബാസഡർ ഇവിടെ പുറത്തിറങ്ങിയിട്ട് ആളുകളെ വെടിവെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിയമം വേറെയാണ്. അംബാസഡർമാർക്ക് പോലും ഇല്ലാത്ത ഇമ്മ്യൂണിറ്റിയാണ് ഈ ഒരു ഗ്രൂപ്പിന് സർക്കാരും സുപ്രീം കോടതിയും ചേർന്ന് കൊടുക്കാൻ ആലോചിക്കുന്നത്. ഫൈനലി അതെന്താകും എന്ന് എനിക്കറിയില്ല. കാരണം ബേസിക്കലി നിയമവാഴ്ചയ്ക്കെതിരായിട്ട് സുപ്രീം കോടതിക്ക് പ്രവർത്തിക്കാൻ സാധ്യമല്ല എന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു. നമ്പർ 2, ഈ സുപ്രീം കോടതി ഇത്തരം കേസുകൾ എൻ്റർടൈൻ ചെയ്യാൻ പോലും പാടില്ല. എന്തിനാണ് ഡൽഹിയിലൊരു ഹൈക്കോടതി? ഹൈക്കോടതിയിലല്ലേ പോകേണ്ടത്? നിങ്ങളുടെ FIR ക്വാഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോടതിയിലാണ് പോകേണ്ടത്. സുപ്രീം കോടതി എങ്ങനെയാണ് ക്വാഷിംഗ് കോടതിയാകുന്നത്? ദാറ്റ് ഈസ് ആൻ അപ്പലേറ്റ് കോർട്ട്. ഹൈക്കോടതിയാണ് ആദ്യമായിട്ട് ക്വാഷ് ചെയ്യണോ FIR വേണോ വേണ്ടത് തീരുമാനിക്കുന്നത് ഹൈക്കോടതിയാണ്. FIR ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി പോലും ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്ക് കിട്ടുകയില്ല, സ്ഥലം മജിസ്ട്രേറ്റിനെ കിട്ടുകയുള്ളൂ. പിന്നെ ഏത് ബേസിസിലാണ് സുപ്രീം കോടതി ആ FIR വിഡ്രോ ചെയ്യുക? FIR എങ്ങനെ വിഡ്രോ ചെയ്യുക? ഇതിൻ്റെ പ്രോസസ്സ് ലിയോ, അതെ, ഒരു കംപ്ലൈൻറ്റ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ലിയോ എന്നെ തല്ലി, ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും, സാർ ലിയോ എന്നെ തല്ലി. അതാണ് ആദ്യത്തെ FIS എന്ന് പറയും, ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. പോലീസ് ഒരു FIR ഇടും, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. അതിനൊരു നമ്പറും ഒക്കെ ഉണ്ടാകും. അതിൻ്റെ ഒരു കോപ്പി അവരുടെ ഓഫീസ് ഫയലിലുണ്ടാകും. ഒരെണ്ണം സ്ഥലം മജിസ്ട്രേറ്റിന് കൊടുക്കും, ഒരെണ്ണം അവരുടെ മേലധികാരിക്ക് കൊടുക്കും. എന്നിട്ട് അവർ അന്വേഷിക്കും. അന്വേഷിച്ച് കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ലിയോ ആ വഴിക്ക് പോലും പോയിട്ടില്ല, ലിയോ മോഹൻദാസിനെ തല്ലിയിട്ടില്ല, ഇത് വെറുതെ കുശുമ്പ് കൊണ്ട് എഴുതി തന്ന പരാതിയാണ്. അപ്പോൾ പോലീസ് എന്ത് ചെയ്യും? അന്വേഷിച്ചത് എന്വണ്ണം ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല, മോഹൻദാസിൻ്റെ പരാതി വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് ലിയോയ്ക്കെതിരെയുള്ള FIR റഫർ ചെയ്ത് കളയണം എന്ന് മജിസ്ട്രേറ്റിന് അപേക്ഷ കൊടുക്കും. അതിനാണ് റഫർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഒരു FIR ഇല്ലാതെയാക്കുന്നത്. അതല്ല, അത് കേസായി എന്ന് വെച്ചോ, പിന്നെ ലിയോ ഹൈക്കോടതിയിൽ പോകേണ്ടി വരും FIR ക്വാഷ് ചെയ്യാൻ. പോലീസിന് പിന്നെ പോകാൻ പറ്റില്ല. അവരിട്ട FIR ക്വാഷ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ കോടതിയിൽ പോകാൻ പറ്റില്ല. പിന്നെ ലിയോ പോകേണ്ടി വരും. അത്രയും ഒരു മിസ്ചീഫ് ലിയോയെ കുരുക്കാനായിട്ട് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിയമത്തിലെ പഴുതുകളാണ് ഒരു മനുഷ്യനെ ഉപദ്രവിക്കാനുള്ള. അപ്പോൾ അങ്ങനെ ഉപദ്രവിക്കപ്പെട്ടു എന്ന് തോന്നുന്നവർക്കുള്ള റെമഡിയും അതിൻ്റെ പരിഹാരവും നിയമത്തിൽ തന്നെ ഉണ്ട്. അതാണ് ഈ ക്വാഷ്. ക്വാഷ് ചെയ്യാൻ ആവശ്യമുള്ള ആൾ ഹൈക്കോടതി അപ്രോച്ച് ചെയ്ത് ക്വാഷ് ചെയ്യണം. അല്ലാതെ സുപ്രീം കോടതി സ്വീപ്പിംഗ് ആയിട്ടൊരു ഉത്തരവിടുക, FIR പിൻവലിക്ക്, എങ്ങനെ പിൻവലിക്കുക, എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയറും കൂടെ കോടതി പറയണം.
ഒരന്വേഷണം നടത്തി ആ പരാതി നുണയാണെന്ന് കണ്ടാൽ മാത്രമേ പോലീസിന് റെഫർ ചെയ്ത് കളയാൻ പറ്റുള്ളൂ FIR. അല്ലെങ്കിൽ ഒരിക്കൽ ഇട്ട FIR ദൈവം തമ്പുരാന് പോലും ഇല്ലാതാക്കാൻ പറ്റില്ല നമ്മുടെ സിസ്റ്റം അനുസരിച്ച്. നിങ്ങൾക്ക് വെച്ച് താമസിപ്പിക്കാം, അന്വേഷിച്ചില്ല, നോക്കിയില്ല, കണ്ടില്ല, അയാൾ നാട് വിട്ടു എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരമൊക്കെ വയ്ക്കാം. പക്ഷേ നിങ്ങൾക്ക് ആ FIR റദ്ദാക്കാൻ പറ്റില്ല. ഇട്ട FIR ഇട്ടതാണ്. സുപ്രീം കോടതിക്കും അത് ചെയ്യാൻ പറ്റില്ല. അത്യപൂർവമായ കേസിൽ സുപ്രീം കോടതി ചെയ്തിട്ടുണ്ട്. അതാണ് സുപ്രീം കോടതിയുടെ ആർട്ടിക്കിൾ 142-ൻ്റെ ദുരുപയോഗം. ആ ദുരുപയോഗം ഒരിക്കൽ സുപ്രീം കോടതി ചെയ്തു. ആ കേസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ വേറൊരു വലിയ വിവാദമായ കേസാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് കുത്തിപ്പൊക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ എതിരഭിപ്രായങ്ങൾക്ക് കരുത്ത് പകരുന്ന രീതിയിലുള്ള കുറേയേറെ കാര്യങ്ങൾ വരുന്നത് എന്തുകൊണ്ടെന്നാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ലാത്തി ചാർജ് ഉണ്ടായി, കുട്ടികളെ മർദ്ദിച്ച് അവശരാക്കി, വളരെ ക്രൂരമായ മർദ്ദനമാണ് നടന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ. ആ വിഷയമാണ് ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കൂടുതൽ പേരിലേക്ക് എത്തിയത്. അതായത് കുട്ടികളെ പോലീസ് ലാത്തി ചാർജ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പലപ്പോഴും നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ കൂടുതലായി പ്രചരിപ്പിച്ചത്. അല്ലെങ്കിൽ അവരുടെ വാർത്തകളിലൊക്കെ തന്നെ ആ വിഷ്വൽസാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കരുതുന്നത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഏകപക്ഷീയമായ ലാത്തി ചാർജ് ഉണ്ടായി, പോലീസ് കുട്ടികളെ തല്ലിച്ചതച്ചു, ബാക്കിയുള്ളതെല്ലാം വ്യാജ പ്രചരണങ്ങളാണ്, AI അല്ലെങ്കിൽ പഴയ മറ്റ് വിഷ്വൽസാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് വാർത്തകൾ വന്നിട്ടുള്ളത്. ഇതെങ്ങനെ AI വിഷ്വലാകുന്നത്? ഞാൻ അവർക്ക് വീഡിയോ കൊടുക്കാൻ തയ്യാറാണ്. പെറ്റ തള്ള സഹിക്കാത്ത തെറി കൊച്ചു പിള്ളേർ വിളിക്കുന്നത് കണ്ടവനാണ് ഞാൻ. എൻ്റെ മൊബൈലിൽ അതുണ്ട്, ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കറിയാം ഇതൊക്കെ പറയും. ഇത് എപ്പോൾ AI അല്ലാതെ യു ഗിവ് ഇറ്റ്. AIയും അല്ലാത്തതും തമ്മിൽ നമുക്ക് സാമാന്യ ബുദ്ധിക്ക് തിരിച്ചറിയാം. AI അത്ര വലിയ ടെക്നോളജി ഒന്നും അല്ല. മറ്റൊരു പ്രചാരണം നടന്നത് അതായത് ഒരു വാർത്താ അവതാരകൻ തന്നെ ചോദിക്കുകയാണ്, ഒരു ചർച്ചയിലെ അതിഥിയോട് അല്ലെങ്കിൽ ഗസ്റ്റിനോട് ചോദിക്കുകയാണ്, രാജ്യവിരുദ്ധരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് എന്തുറപ്പാണുള്ളത്? അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദൃശ്യങ്ങൾ വന്നിരുന്നോ? രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ അവിടെ മുഴക്കിയോ എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ വാർത്താ ആങ്കർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഗസ്റ്റിനോട്. അതായത് ഗസ്റ്റ് പറയുന്നതിന് ഒന്നും തന്നെ യാതൊരു വിലയും കൽപ്പിക്കാതെ അത്തരത്തിലുള്ള ഒരു അദ്ദേഹത്തിന് എതിരെയുള്ള ഒരു വെർബൽ ആക്രമണം നടക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ റീൽസായി പിന്നീട് നമുക്ക് മുന്നിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ രാജ്യവിരുദ്ധരുടെ സാന്നിധ്യം, ഇവര് പൊട്ടൻ കളിക്കുകയാണ് വാസ്തവത്തിൽ ഇങ്ങനെ ചോദിക്കുന്നവർ. ഇവർക്ക് എന്തറിയാൻ രാജ്യവിരുദ്ധത എന്താണെന്ന്? അവിടെ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുക രാജ്യവിരുദ്ധതയല്ലേ? വിഘടനവാദത്തിൻ്റെ തുടക്കമല്ലേ അത്? ഒമർ ഖാലിദിനെ തുറന്നു വിടുക, ഇത് രാജ്യവിരുദ്ധതയല്ലേ? അയാൾ രാജ്യദ്രോഹ കേസ് UAPA കേസിൽ അകത്ത് കിടക്കുകയാണ് ഒമർ ഖാലിദ്. അയാളെ തുറന്നു വിടണമെന്ന് ആവശ്യപ്പെട്ട് നീറ്റ് സമരമാണോ എന്ത് സമരമാണോ അവിടെ നടന്നത്? ഞാൻ ചോദിക്കട്ടെ, കൂടംകുളത്ത് ആണവ നിലയം വന്നല്ല, 6000 FIR ആണ് ജയലളിത സർക്കാർ ഇട്ടത്. 6000വും IPC 124 രാജ്യദ്രോഹ കുറ്റമായിരുന്നു. ഇവർക്കൊന്നും നാക്കുണ്ടായില്ല, ഒറ്റ എണ്ണത്തിന് നാക്കുണ്ടായില്ല. കേരളത്തിലെ ഒരൊറ്റ മാധ്യമം ഒരക്ഷരം മിണ്ടിയിട്ടില്ല. മിണ്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ എനിക്കൊന്ന് കാണണം. 6000 FIRs. നിങ്ങൾ എന്താ വിചാരിച്ച്? ഇവർക്കൊക്കെ ഉണ്ടല്ലോ 2 പേരെ പേടിയാണ് ഇവർക്ക്. 2 പേരും മരിച്ചുപോയി. ഒന്ന് ജയലളിതയായിരുന്നു, വേറൊന്ന് ബാൽ ഠാക്കറെ ആയിരുന്നു. ഇവരൊന്നും വാല് പൊക്കില്ല. വലിയ കൊമ്പനാണ് ഇവരുടെ ശേഖർ ഗുപ്ത, ഇപ്പോഴും ഉണ്ട്. ബാൽ ഠാക്കറെ മരിച്ചുപോയി. ശേഖർ ഗുപ്ത ഇൻ്റർവ്യൂ ചെയ്തു ബാൽ ഠാക്കറെ. ബാൽ ഠാക്കറെ ജിൻ ഓഫർ ചെയ്തു ശേഖർ ഗുപ്തയ്ക്ക്. ഞെട്ടിപ്പോയി അയാൾ. ബാൽ ഠാക്കറെ പറഞ്ഞു, കുടിക്കുക, ഞാനിതാണ് സിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു. ജിൻ, ഇതിൻ്റെ കളർ കൊണ്ട് നമുക്ക് മനസ്സിലാവില്ല വെള്ളമാണോ ജിന്നാണോ എന്ന് അറിയാൻ പറ്റില്ല. ജിന്നാണെന്ന് ബാൽ ഠാക്കറെ പറഞ്ഞു. അത് മതിയായിരുന്നു ശേഖർ ഗുപ്തയുടെ ബോധം പോകാനായിട്ട്. വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? ഓൾ ദീസ് പീപ്പിൾ ആർ മെയ്ഡ് ഓഫ് സ്ട്രോ. വൈക്കോൽ കൊണ്ടുണ്ടാക്കിയ ആൾക്കാരാണ് ഈ TV കിടന്ന് ബഹളം വയ്ക്കുന്നത്. ഞാൻ കണ്ടു. താരി തരി തജം തത്തരി തരി തജം. തുള്ളലാണ്. യു ഹാവ് നത്തിങ്. നിങ്ങൾക്ക് ഒരു ലോക്കൽ സ്റ്റാൻഡായി പോലും ഇല്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു കേട്ടോ മദ്രാസിൽ. അയാൾ ഒരു ചെണ്ട കൊട്ടി പാട്ട് പാടുന്ന ആളാണ്. വലിയ പ്രോഗ്രാം നടത്തില്ല, പക്ഷേ അയാൾ വഴിയരികിൽ നിന്ന് ചെണ്ട കൊട്ടിക്കഴിഞ്ഞാൽ കുറഞ്ഞൊരു 150 പേര് അയാൾ കാണാൻ കൂടും. വലിയ പ്രോഗ്രാം അയാൾ വെക്കില്ല. അയാൾ പറഞ്ഞു, എനിക്ക് അത്രയും കാശൊന്നും വേണ്ട, എനിക്കിത് മതി. അയാൾ ഈ കൂടംകുളം പവർ പ്ലാന്റിനെതിരെ ഒരു പാട്ട് രചിച്ച്, നല്ല രസമുള്ള പാട്ട്. അതിൽ ഈ പറയണ മാതിരി വലിയ രാജ്യദ്രോഹം ഉണ്ടെന്ന് എനിക്കും തോന്നിയില്ല.
ബട്ട് അയാളുടെ പേരിലും ജയലളിത FIR എടുത്തു, അയാളെ അറസ്റ്റ് ചെയ്തു, ജയിലിലാക്കി. ഒരുത്തിനും ഒന്നും പറയാനില്ല. അയാൾക്ക് അനുകൂലമായിട്ടൊരു പ്രസ്താവന ഇറക്കിയതിന് പോലീസ് വിളിച്ച് വിശദീകരണം ചോദിച്ചു ഒരു സാഹിത്യകാരനോട്. പുള്ളി വിശദീകരണം കൊടുത്തു, അറസ്റ്റൊന്നും ചെയ്തില്ല, തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. വിറപ്പിച്ച് കളഞ്ഞു ജയലളിത. ഞാൻ പറയുന്നത്, ദൈവമേ, മോദി കുറച്ചുകൂടെ ഫാസിസ്റ്റ് ആവണേ എന്നാണ്. ദിസ് ടൈപ്പ് ഓഫ് സോഫ്റ്റ് സ്റ്റേറ്റ് വിൽ നോട്ട് വർക്ക് ഇൻ ഇന്ത്യ. ഇത് ഇവരെല്ലാം കൂടെ കുട്ടിച്ചോറാക്കും ഈ നടനം കളിച്ചിട്ട്. ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. അവർക്ക് രാജ്യം എന്താണെന്നറിയില്ല. അന്താരാഷ്ട്ര സമൂഹം, വാട്ട് അന്താരാഷ്ട്ര സമൂഹം? ഒരു ചുക്കു. അന്താരാഷ്ട്രത്തിന് വേറെ പണിയുണ്ട്. ഓരോരുത്തരും അവരവരുടെ രാജ്യത്തിൻ്റെ കാര്യം നോക്കുക. നമ്മൾ അന്താരാഷ്ട്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ അങ്ങ് നടത്തിയ ഒരു പരാമർശം ഒരല്പം കടുത്തു പോയില്ലയോ? ഞാനൊരു കാര്യം പറയാം. പേരിനാണെങ്കിലും ഞാനൊരു വക്കീലും കൂടെയാണ്. ഞാൻ പ്രാക്ടീസൊക്കെ നിർത്തി, ബട്ട് വക്കീലാണല്ലോ. നിയമം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു FIR വെച്ചിട്ടാണ്. എനിക്കെതിരെ സൈബർ ക്രൈം സെൽ അവർ ഒരു FIR ഇട്ടിട്ടുണ്ട്. ആ FIR ഇടുന്നത് വരെ ഞാൻ പറഞ്ഞത് എന്താണ്, എന്തുകൊണ്ട് ഈ ബഹളം എന്നൊക്കെ ഞാൻ പല ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. FIR ഇട്ടു എന്നറിഞ്ഞ നിമിഷം, എനിക്ക് കോപ്പിയൊന്നും തന്നിട്ടില്ല, പക്ഷെ ഞാൻ അറിഞ്ഞു, എൻ്റെ കോഗ്നൈസൻസിൽ വന്നില്ല. ആ നിമിഷം ഞാൻ ആ സംഭവത്തെപ്പറ്റി മിണ്ടാതെയായി. അതല്ലേ വേണ്ടത്. ഞാൻ FIR സംബന്ധിച്ച് ഞാൻ കോടതിയിൽ പോകുന്നു. ആ മജിസ്ട്രേറ്റോ ജഡ്ജോ എന്നോട് ചോദിക്കുന്നു, നിങ്ങൾ വക്കീലും കൂടെയല്ലേ, നിങ്ങൾ എന്തിനാണ് ഈ ജനകീയ കോടതിയിൽ, ചാനൽ കോടതിയിൽ വാദിക്കുന്നത്? നിങ്ങൾ വാദിക്കേണ്ടത് ഇവിടെയല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയില്ലയോ? മോശമല്ലേ ഞാൻ ചെയ്യുന്നത്? അതുകൊണ്ട് ഞാൻ ഈ FIR ഉള്ളതുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കരുതെന്ന് നിയമമൊന്നുമില്ല. പക്ഷേ അതൊക്കെ ഒരു മര്യാദയാണ് നിയമരംഗത്ത്. അതുകൊണ്ട് FIR ഇട്ടതോടെ ഞാൻ അതേപ്പറ്റിയുള്ള സംസാരം നിർത്തി. അതുകൊണ്ട് ലിയോയുടെ ഈ ചോദ്യത്തോടും ഞാൻ പ്രതികരിക്കുന്നില്ല. കാരണം നിയമപരമായ ചില മര്യാദകൾ, ചില എത്തിക്സ് പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാനത് പാലിച്ചുകൊണ്ട് മറുപടി ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, ഞാനത് പറയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, എന്തായാലും പിന്നീട് നമുക്കത് സംസാരിക്കാം അല്ലേ? യെസ്. എന്തായാലും CJP നടത്തിയ സമരം നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെയായിരുന്നു. അത് വളരെ ജെന്യുവനായിട്ടുള്ളൊരു വിഷയമായിരുന്നു. രാജ്യത്തെ ആകെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുള്ള സപ്പോർട്ടും വലുതായിരുന്നു. അത് നമുക്ക് ബോധ്യമാകുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ ബോധ്യത്തിനപ്പുറം എന്തൊക്കെയോ നടന്നു എന്നുള്ള തരത്തിൽ വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കാത്ത വിധത്തിലുള്ള സോഴ്സിൽ നിന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. CJPയുടെ ഭാരവാഹികൾക്ക് ലഭിച്ച പണം, അതുമായി ബന്ധപ്പെട്ടുള്ള സോഴ്സിൻ്റെ ഉറവിടം തേടിയുള്ള അന്വേഷണമൊക്കെ തന്നെ ഇപ്പോൾ സജീവമായി നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരാവകാശ പ്രവർത്തകർ പുറത്തു കൊണ്ടുവരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. അതൊക്കെ തന്നെ ഈ ചർച്ചയിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. കാത്തിരുന്ന് കാണേണ്ടതാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഈ സമരത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇനി അങ്ങോട്ടുള്ള യുവജന പ്രക്ഷോഭങ്ങളുടെ വിശ്വാസ്യതയെ തന്നെ അത് ബാധിക്കില്ലേ എന്ന ചോദ്യവും ഉയരുകയാണ്. കാത്തിരുന്ന് കാണാം നമുക്ക്. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.